പാമ്പിനെ പിടിച്ചിട്ട് വരാത്തതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ വരാൻ പറ്റും. രാവിലെ ആകുമ്പോൾ ആമ്പൽ തിന്നാൻ വേണ്ടി മലമ്പാമ്പ് വരും. ആണോ? പിന്നെ ഇതിനെന്ത് രുചിയാന്ന് അറിയോ? ആണോ? പണ്ട് എൻ്റെ കുഞ്ഞിൽ നമ്മൾ ഇതൊക്കെ വിശപ്പടക്കൊണ്ടിരുന്നു. നമ്മളെങ്ങോട്ടാ പോകണം? ആമ്പൽ നോക്കിയാൽ ആമ്പലും മലമ്പാമ്പൊക്കെ ഉള്ള സ്ഥലമല്ലേ? മലമ്പാമ്പ് മാത്രമല്ല മജയുണ്ട്, ചേരപ്പാമ്പുണ്ട്. ചേരയൊക്കെ മൂത്ത് കിടക്കണം. ഈ വണ്ണോ കാണാൻ പറ്റുമോ വീഡിയോയിൽ? ചിലപ്പോൾ കാണാൻ പറ്റും. മലമ്പാമ്പ് എന്ന് വെച്ചാൽ സൈസ് മലമ്പാമ്പ്. ഞാൻ വല വെച്ചപ്പോൾ അവിടെ വല വെച്ചപ്പോഴേ ഇത് എവിടെ അങ്ങോട്ട് പോകണം? കുറേ പോകണം അല്ലേ? ഇല്ല കാടുകള. ഇതിൻ്റെ അകത്തേക്ക് പോയാൽ പ്രശ്നമാവില്ല. ഇത് ഭയങ്കര കാടാണുള്ളത്. ഇത് കണ്ടോ? വെരി ഡേഞ്ചറസ് പ്ലേസ്. ഇവിടെയൊക്കെ രാത്രി വന്നാൽ മലമ്പാമ്പ് കിടക്കണ്ടോ? ആണോ? അവിടെ ഉപ്പൂത്ത് കൊടുത്തിരിക്കണത് ഇതിനെ അടിച്ചെന്നറിയോ? പാമ്പന്റെ പൊട്ടേന്ന് നോക്കാം. ഞാൻ വിചാരിച്ച് ഉപ്പൂത്താരെ കണ്ട പൂത്തിക്കണ. ഉപ്പൂത്താന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇത് ഉപ്പൂത്തേന്ന ആ മരത്തിൻ്റെ പേര്. ഇത് മറ്റേ കണ്ടല്ലല്ല? കണ്ടലല്ല, ഉപ്പൂത്ത. ആണോ? കണ്ടല് വേറെ. അങ്ങനൊരു പൂവുണ്ട് ഉപ്പൂത്തക്ക്. ആ പൂത്ത് ഇപ്പുണ്ടെന്ന് നോക്കിയാലോ? ഉണ്ടല്ലേ? മുകളിലൊരു പൂവുണ്ട്. ആ അതന്നെ. നമുക്ക് ഇതിൻ്റെ അകത്തൂടിയെ കൊണ്ട് കൊടും കാടാണ്. അതാ ഞാൻ ചോദിച്ചു. എൻ്റെ ഉള്ളിൽ കൂടി ഭയങ്കര ഡേഞ്ചർ സ്ഥലമുള്ളത്. ആമാസം കാട് പോലെ ഉണ്ടല്ലേ? കരിമൂർക്കൻ. ആണോ? പിന്നെ കരിമൂർക്കനുണ്ട്, അണലിയുണ്ട്. പിന്നെ മെയിനായിട്ട് നീർക്കോലി, ഭയങ്കര മഞ്ഞച്ചേര. ഇവിടെയൊക്കെ ആൾക്കാർ വരണ്ടെന്നുള്ളല്ലേ? ഒരു വഴിച്ചാല് പോലെ കിടക്കും. പണ്ടത്തെ വഴിച്ചാല. ആണോ? ഇവിടെയൊക്കെ ബുദ്ധിമുട്ടിയാണോ? അതെ, ഭയങ്കര പടി എടുത്തോ. എന്തുകൊണ്ടാ അടിച്ച് പൊളിക്കണം. പക്ഷെ എൻ്റെ കയ്യിൽ ഒരു വടി വേണ്ടായിരുന്നു തോന്നണ്ട. ഞാനപ്പം എന്നെ കൊന്നിട്ട് ഒരു പാമ്പിൽ നിന്നൊക്കെ പറ്റും. പിന്നെ പാമ്പ് വന്ന് കടിക്കാൻ കൊത്താൻ വരുമ്പോൾ ലാലേ ഞാൻ അവനെ കൊത്താൻ പോകുന്നു പറഞ്ഞിട്ടുള്ള പാമ്പ് കൊത്താൻ വന്നത്. ഇവിടെ മറ്റേ ഇതുണ്ടാടാ പണ്ടത്തെ മറ്റേ ആറ്റക്കിളിയുടെ കൂട്. അമ്പലിൻ്റെ അവിടെ കണ്ടോ? നമുക്ക് പണ്ടത്തെ പോലെ ഇവിടെ ആറ്റക്കിളിയുടെ കൂടുന്നില്ലടാ, മറ്റേ ഒരു ഭംഗിയുള്ള ആറ്റക്കിളികളെ ഉണ്ടായിരുന്നു. പക്ഷേ ആറ്റക്കിളികളൊക്കെ വന്ന് അവരടുത്ത കറക്റ്റ് നെല്ല് കിടക്കുന്ന സമയത്ത്, നെല്ല് കൊയ്യണ സമയത്ത്, ആ സമയത്ത് വരുള്ളൂ. ആ സമയത്ത് വന്നുമില്ല. കൂട്ടമായിട്ട് വന്നിട്ട് കൂട്ടമായിട്ട് പിടിക്കും. ഇവിടെ നെല്ലില്ലാത്ത കാരണം എല്ലാം കാട് പിടിച്ചു പോയില്ലേ. ഇതൊക്കെ ശരിക്കും ആരുടെ? ഇത് ഈ സ്ഥലം ആരുടെ? ശോഭാ സിറ്റിയാണ്. ഇതൊക്കെ അല്ല ഇപ്പുറത്ത് പാമ്പാ. നീ പേടിക്കാന്ന് പറയാൻ വേണ്ടി നോക്കിയാ ഇതിന്റെ ഏതൊരു ഭാഗം ശോഭാ സിറ്റിക്കാരൊക്കെ എടുത്തിട്ടില്ലേ? ഈ സ്ഥലമാണല്ലേ? നമ്മുടെ സ്വന്തം കാട് ആണോ? വഴി കിടപ്പുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു വഴി പോലെ. അതെ, ഞങ്ങള് വെട്ടിയുണ്ടാക്കിയ. ആണോ? കഴുന്നെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കെട്ടിലെ മീനെ രാത്രിയാകുമ്പോൾ വന്ന് പിടിച്ചിരുന്നു. ഇതെന്താ ഈ കിടക്കുന്ന കായ്? അത് ഉപ്പൂത്തട കാ. ഇതാണോ തിന്നാ ചത്തോടെന്ന് പറഞ്ഞു? അത് തിളങ്ങ ഉപ്പുത്താരാണ്. കണ്ട ദേ കിളിക്കൂട് ഇരിക്കണുണ്ടോ? പറഞ്ഞ കിളിക്കൂട മുട്ടയിടാൻ വേണ്ടി കിളിക്കൂട് ഉണ്ടാക്കി. അപ്പൊ നമ്മള് കാണാമെന്ന സ്ഥലം എത്താറായിട്ടോ? ആണോ? അമ്പൽപ്പാറ, കാടിൻ്റെ ഉള്ളിലുള്ള അമ്പൽപ്പാറ. ഇതൊക്കെ കോള കുത്തി കിടക്കുന്നുണ്ടോ? അഡ്വഞ്ചർ ഉണ്ടാ, കോള കുത്തി കിടക്കണുണ്ടോ? ഇത് പറഞ്ഞാൽ നോക്കിയേ, ഇപ്പൊ ഉപ്പ് കയറിയേക്കണ കാരണേ കോളയൊക്കെ ചീഞ്ഞു തുടങ്ങി. ഉപ്പ് കയറുമ്പോ ഇതാവൂല്ലേ? കൊണ്ടുകൂടെ ഇങ്ങനെ കെട്ടി വെച്ചത് മനുഷ്യവാസം ഉണ്ടാകുന്ന സ്ഥലം. ഇതെന്തിൻ്റെ കെട്ടി വെച്ചാണ്? ഇതിങ്ങനെ അങ്ങോട്ട് മറ്റേ ആടൊക്കെ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി. പണ്ട് ഞാൻ ബൈക്ക് ഓടിച്ചിട്ട് ചെറിയ കണ്ടോണ്ടിരുന്ന ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആമ്പൽ. രാവിലെ വന്നു കഴിഞ്ഞാൽ സൂപ്പർ. രാവിലെ വന്നാലേ ഈ അമ്പലൊക്കെ പൂക്കും. അതെ, നല്ല. ഞാൻ ഒരെണ്ണം പറിക്കട്ടെ. അടി വേണം, മോള് വേണോ? കട കിട്ടുമായിരുന്നു. കട എടുത്ത് നമുക്ക് വീട്ടിൽ നടാനാ. ഇത് പോ മലമ്പേ, പോവാണല്ലേ ഇപ്പോ. അതിന് ഉപ്പായോണ്ട് ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ഉപ്പില്ല, ഉപ്പ് തന്നെ ഉള്ളൂ.
എന്തിനാണ് മലരിക്കലൊക്കെ പോണം? അതെ, എൻ്റെ മുകളിൽ അടിപൊളിയായി പോട്ടത് സംഭവം. എനിക്ക് ഇതിന്റെ കട മനസ്സിലാവുക. ഒരു അമ്പലം പഠിച്ചിട്ട് ഒരു പാട്ടം പാടിയല്ല. അല്ല, പാട്ട് പാടാൻ പാടില്ല. ഞാൻ അമ്പലം പഠിക്കണമെന്നറിയാം. ഈ അമ്പലം പഠിച്ചിട്ട് ഇങ്ങനെ ഒരു പണ്ടത്തെ ഒരു പരിപാടി ഉണ്ട്. ഇങ്ങനെ കുടിക്കാൻ പണ്ടൊക്കെ ഇങ്ങനെ ഇരുന്ന്. പിന്നെ വേറൊരു പരിപാടി കൊണ്ട് ഈ അമ്പലം ഇങ്ങനെ പറിച്ചിട്ടേ ഇത് കളയും. അതിന്റെ ഉള്ളിലെ സാധനം തിന്നും. ഞാൻ കാണിച്ചേരാ. എനിക്കറിയാം, ഞാൻ തിന്നിട്ടുണ്ട്. എന്താ നമ്മളെ ഇതിന്റെ ഉള്ളിലെ ഇതില്ലേ? ഇത് തിന്നുമായിരുന്നു. സൂപ്പർ സാധനം. താങ്ക് യു. മതിയാ? കട പറിച്ചാ എനിക്ക് തരണം, വിത്ത് പറിച്ചാ. നീ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇതിന്റെ കട നോക്കിയാൽ ഇതെന്താ ഈ കുറ്റുപോലെ വെക്കുന്ന സാധനം എന്താ അല്ലേ? ആ, വേര് മാത്രമേ ഉള്ളൂ, വിത്തില്ലെന്ന്. എടാ എന്താടാ ഈ കുറ്റുപോലെ വെക്കണ സാധനം? ഈ കുറ്റുപോലെ വെക്കണല്ലോ ആണോ? ഓ, ഇവിടെ എന്തോരം മുട്ടട അതിനകത്ത്. അടിപൊളി മുട്ട എന്തോരാന്ന് നോക്കി അതിനകത്ത്. ആണോ? വിരിഞ്ഞു വെക്കും അല്ലേ? ഇതൊരു ടൈം ആകുമ്പോഴത്തേക്കും മറ്റേ ഇതാവും. പാമ്പിനെ പിടിച്ചിട്ട് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലല്ലടാ വരാൻ പറ്റും. രാവിലെ പാമ്പ് തിന്നാൻ വേണ്ടി മലമ്പാമ്പ് വരും. ആണോ? പിന്നെ മലമ്പാമ്പ് തിന്നു സാധനം. അവരെ ഭക്ഷണം ഇതല്ലേ വെല്ലി കഴിഞ്ഞാ. ആണോ? നമ്മളിത് പറഞ്ഞേട്ടാ. ഇത് കണ്ട വള്ളി കണ്ട എന്തൊരു മുട്ട തന്നെയാന്ന് നോക്കാനത് കേട്ടാ. കണ്ടുണ്ട്. ഇത് കടയുണ്ട് കേട്ടോ ഇവിടെ. ഇത് ഈ ചെടി കൊണ്ട് വെച്ചാൽ മതി. ആണോ? കണ്ടാ, ഇത്രേ ഉള്ളു. അടിയിൽ ഇതൊന്നുമില്ല. ഇത് അതിന്റെ മറ്റേ സാധനം. ഇതെന്താണെന്നറിയോ? എടുക്കട്ടെ പറഞ്ഞോ. ഇത് പൊളി സാധനം വൈബ്. അത് കിടില സാധനം. ഓ, ഇതാണ് മറ്റേത്. മറ്റേത് ശരിക്കും തിന്നേണ്ട സാധനം. തിന്നേണ്ട സാധനം ഇതാ. ഞാൻ ചേരാം. എനിക്കുന്നാണ് അവിടെ കുറച്ച്. തീർച്ചയായിട്ടും. ഓക്കെ, ഇതിനെന്ത് രുചിയാണെന്നറിയോ? ആണോ? പണ്ട് എൻ്റെ കുഞ്ഞിൽ നമ്മൾ ഇതൊക്കെ തിന്ന വിശപ്പടക്കൊണ്ടിരുന്നു. അതെ അതെ, ഞാൻ ഓർക്കണ്ട. അതെ, ഞാൻ പറഞ്ഞ ആദ്യം മുട്ട് ഇങ്ങനെ കായ് പോലെ ഇരിക്കുക സാധനം ഇതിനകത്ത് കണ്ട. അതെ അതെ അതെ. നോക്കിയേ. കണ്ടാ? ആ, കണ്ടുണ്ട്. കുറച്ച് എനിക്കെന്താ നമുക്ക് രാവിലെ വന്നിട്ടേ ഒന്നും കൂടി എടുക്കാം കേട്ടോ. വീഡിയോ രാവിലെ ഒന്നും എടുക്കുന്നു ശരിക്കും. അപ്പം ഞങ്ങള് ഞങ്ങളുടെ സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇഷ്ടപ്പെടാതെ എന്ത്, ആരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പോലും ഇവിടെ. ഇപ്പം നമ്മൾ പറയുമ്പോഴായിരിക്കും ഇവിടെയുള്ള ആൾക്കാർ പോലും അറിയണത്. കാരണം കാടിൻ്റെ ഉള്ളിലേക്കല്ലേ നമ്മൾ കയറിയേക്കണേ. ആരും ഇങ്ങോട്ട് വരാറില്ലല്ലോ. ഞാൻ എൻ്റെ ഡ്രോണുണ്ട്. ഡ്രോൺ പറത്തു ഞാൻ അവിടെ നിന്ന്. പറത്താൻ പാടില്ല. അങ്ങനെ കണ്ടായത്. അങ്ങനെയാണ് പാമ്പിനെയും കഴുന്നതിനൊക്കെ ഞാൻ കാണണം. മൊബൈലിൽ കൂടി കാണാൻ പറ്റും നമുക്ക് ഡ്രോൺ പറത്തുമ്പോഴേ. അങ്ങോട്ടൊക്കെ പോയാൽ കഴുന്നയുടെ കൂട്ടോ അവിടെയൊക്കെ. എനിക്ക് ആറ്റക്കിളി ഉണ്ടായിരുന്നുള്ളായിരുന്നു ഞാൻ. ആറ്റക്കിളിയുടെ കാര്യം പറഞ്ഞ എങ്ങനെ? ആറ്റക്കിളിയൊക്കെ പോയില്ല, നെല്ലില്ലല്ലോ ഇവിടെ. പാടമൊന്നും അട്ടി കേട്ടോ.